സുവിശേഷത്തിൻ്റെ പൊള്ളുന്ന വയലേലകളിലേക്ക് ഇതാ നവയുഗ വൈദികർ തീക്ഷ്ണതയോടെ യാത്രയാകുന്നു. ഇത് മധ്യപ്രദേശിലെ കാണ്ഡുവ രൂപതയിൽ നിരവധി മിഷണറി ശുശ്രൂഷകൾ ചെയ്യുന്ന മലയാളി വൈദികനായ ഫാദർ ലൈജോ പൂനോലി. സങ്കീർണമായ മിഷൻ വേലകൾ വഴി രൂപതയിൽ ക്രിസ്തുസ്നേഹത്തിന്റെ പുത്തൻ പ്രകാശം പകരുന്ന ജീവിതം തന്റെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദൈവം വഴി നടത്തുന്ന അനുഭവങ്ങളെക്കുറിച്ചും ലൈജോ അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു. ലൈജോ അച്ഛ, ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫാദർ ലൈജോ പൂണോളി അല്ലേ? അച്ഛൻ്റെ വീട് എറണാകുളം രൂപതയിൽ ചേരാനെല്ലൂർ എന്ന് പറയുന്ന ഈസ്റ്റ് ചേരാനൂർ അല്ലേ? ഈസ്റ്റ് ചേരാനൂർ. അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ പറയാമോ? അപ്പച്ചൻ, അമ്മച്ചി, 2 ചേച്ചിമാർ, പിന്നെ ഒരു സഹോദരൻ. 4 മക്കളാണ് നിങ്ങൾ? 4 മക്കളാണ് ഞങ്ങൾ. ഓക്കെ. അച്ഛൻ എത്രാമത്തെയാണ്? ഞാൻ ഏറ്റവും ഇളയതാണ്, 4ാമത്തെ. അച്ഛന് എത്ര വർഷമായി ഇപ്പോൾ വൈദികനായിട്ട്? വൈദികനായിട്ട് 9 വർഷം. ഈ മെയ് 9-ാം തീയതി കംപ്ലീറ്റ് ചെയ്യുന്നു. അച്ഛനിപ്പോൾ മധ്യപ്രദേശിലെ കാണ്ഡുവ രൂപതയിലെ വൈദികനാണ്. അതെ. എപ്പോഴാണ് ഈ വൈദിക പരിശീലനത്തിന് പോയത്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണോ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. അച്ഛനാവാൻ ഉള്ളൊരു ആഗ്രഹം എങ്ങനെ ഉണ്ടായി? ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നോ? അതോ വീട്ടിലെ സ്വാധീനമാണോ? എന്താണ് അച്ഛൻ കാരണം? ഒരു വൈദികനാകാനായിട്ട് ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം കുറേ വിശുദ്ധന്മാരുടെ കഥകൾ വായിച്ചും കഥകൾ കേട്ടും ചെറുപ്പം മുതൽ വളർന്നതുകൊണ്ട് അവരൊത്തിരിയേറെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ മിഷൻ കാര്യങ്ങൾ അതൊക്കെ എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചു. അതുപോലെ തന്നെ എന്നെ സ്വാധീനിച്ചൊരു ഘടകമാണ് എൻ്റെ കുടുംബ അന്തരീക്ഷം. ഞാൻ ചെറുപ്പത്തിലെ എണീക്കുമ്പോൾ ആദ്യം കാണുന്നത് 2 കൈയും വിരിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയുടെ ഒരു രൂപമാണ്. അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും അവരുടെ ഒരു സ്വപ്നം, മകനെ ഒരു വൈദികനായിട്ട് കാണുവാനുള്ളൊരു സ്വപ്നം എന്നും പങ്കുവയ്ക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരിയേറെ ദൈവവിളിയുള്ള കുടുംബമാണ് എൻ്റേത്. എൻ്റെ അമ്മച്ചിക്ക് 4 സഹോദരിമാരുണ്ട്. 4 സഹോദരിമാരും സിസ്റ്റേഴ്സാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഈശോയ്ക്ക് ജീവിതം കൊടുത്തതിൻ്റെ ഒരു സന്തോഷം അവരിൽ നിന്ന് എനിക്ക് കിട്ടുമായിരുന്നു. അവരുമായിട്ടുള്ള എൻ്റെ ഇടപെടലുകൾ, അവർ വീട്ടിൽ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവർ നൽകുന്ന ഓരോ ഗുണപാഠങ്ങൾ, ഇതെല്ലാം ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചൻ്റെ ബന്ധത്തിലും 2 പേർ ഇപ്പോൾ വൈദികരുണ്ട്, വേറെ സിസ്റ്റേഴ്സുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ വൈദികന്മാരും സിസ്റ്റേഴ്സും ഉള്ളൊരു കുടുംബമാണ്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നപ്പോൾ എനിക്കും ഒരു വൈദികനാകണം, അതിലുമുപരി ഒരു മിഷണറി വൈദികനാകണം എന്നുള്ളൊരാഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. എന്താണ് ഈ മിഷണറി വൈദികനാവണമെന്ന് ആഗ്രഹിക്കാൻ കാരണം? ഇവിടെ നമുക്ക് ഇത്രയും രൂപതകളും കോൺഗ്രിഗേഷൻസും ഒക്കെ ഉള്ളപ്പോൾ ഒരു മിഷണറി വൈദികനാവണമെന്ന് വിചാരിക്കാൻ കാരണം എന്താ? എൻ്റെ ഇടവക ദേവാലയം തന്നെ സെൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ നാമധേയത്തിലുള്ളതാണ്. അപ്പോൾ ഫ്രാൻസിസ് സേവറിനെ കുറിച്ചുള്ള വിശുദ്ധൻ്റെ ഈ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ കുറിച്ച് കേൾക്കുവാനും അന്നത്തെ ചെറുപ്പം മുതലേ ഇതിനെക്കുറിച്ച് കേൾക്കുവാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനെന്ന വ്യക്തി ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ദൈവത്തെ, ഈശോയെ അറിയാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അങ്ങനെ ഒരു വിശുദ്ധം ചെയ്തതുപോലെ പലവിധ മെത്തേഡുകളിലൂടെയും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളൊരാഗ്രഹം, അങ്ങനെ ഒരു മിഷണറിയായി തീരുക എന്നുള്ളൊരാഗ്രഹമാണ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. 1998 അച്ഛൻ അല്ലേ സെമിനാരി ചേർന്നത്. ഈ മിഷൻ രൂപതയിലെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഓർമ്മകൾ ആ ഒരു വൈദിക പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടു ജീവിതത്തിൽ എങ്ങനെ സഹായിച്ചു എന്ന് പറയാൻ തോന്നുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഒത്തിരി ഓർമ്മകളുണ്ട്. കാരണം നമ്മൾ കേരളം വിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒത്തിരി അനുഭവക്കുറവ്, ഇവിടെ നിന്ന് പോകുമ്പോൾ മറുനാട്ടിൽ ചെന്ന് എങ്ങനെ ജീവിക്കണം, ഭാഷ അതിനേതായുള്ള കുറവുകളുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു വർഷത്തെ ട്രെയിനിങ്, പിന്നെ ഞങ്ങളെ ഭാഷ പഠിക്കുവാൻ വേണ്ടി പുറത്തു വിടുകയും മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം ചെയ്യുവാൻ പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരായിട്ട് ഇടപെട്ട് പതുക്കെ ഭാഷ പഠിക്കുവാനും അങ്ങനെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെയൊക്കെ ഒരുമാതിരി നേടുവാനായിട്ട് 3 വർഷത്തെ മൈനസ് സെമിനാരി പരിശീലനം ഞങ്ങൾ ഒത്തിരി സഹായിച്ചു. കാരണം ചെന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ തരുവാൻ തുടങ്ങി. മറുനാട്ടിൽ ചെന്ന് അവിടുത്തെ കടകളിൽ ചെന്ന് ഭാഷ അറിയില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുക, തനിച്ചത് കൊണ്ടുവരിക, അങ്ങനെയുള്ള ഒരു പരിശീലനം ഞങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഹിന്ദി ടി വിയിൽ ന്യൂസ് ചാനൽ ന്യൂസ് കാണിക്കുകയും അങ്ങനെ ന്യൂസിൽ നമ്മൾ
അവരുടെ വാർത്ത വായിക്കുന്നത് കേട്ട് കേട്ട് ഒത്തിരി ഭാഷ പഠിക്കുവാനും പിന്നെ മറ്റുള്ളവരോട് ഇടപെട്ട് ഭാഷ പഠിക്കുവാനൊക്കെ ആയിട്ട് പരിശീലന സമയത്ത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ജീവിതവുമായിട്ട് അച്ഛൻ്റെ ജീവിതത്തിൽ വളരെ ഈ പറഞ്ഞ 2 സ്ഥലങ്ങളുമായിട്ട് വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും എനിക്ക് വളരെ ബന്ധമുണ്ട്. ഒന്ന് അച്ഛൻ മുമ്പ് പറഞ്ഞ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയം എൻ്റെ ജീവിതത്തിൽ മരണപ്പെട്ട 2 പ്രധാനപ്പെട്ട ആളുകളുമായിട്ടാണ് ഈ കാര്യങ്ങൾക്ക് ബന്ധം. ഒന്ന് 2 പേര് ഹൃദയാഘാതം മൂലം മരിച്ച ആൾക്കാരാണ്. ഒന്ന് എൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ വീടും കൂടിയാണ് ചേരാനല്ലൂർ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഈ ദേവാലയം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടാണ്. എൻ്റെ ഇളയ കുട്ടിയുടെ പേര് പോലും ഫ്രാൻസിസ് എന്നാണ്. അതുപോലെ വളരെ യാദൃശ്ചികമായി മരണപ്പെട്ട ഏറ്റവും എൻ്റെ ഒരു ആത്മീയ ഗുരു എന്നല്ല, അല്ലെങ്കിൽ കൂടുതൽ എൻ്റെ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് അപ്പനേക്കാൾ വാത്സല്യത്തോടെ എന്നെ കണ്ടിരുന്ന നാഗ്പൂർ ആർച്ച് ബിഷപ്പ്. ഞാൻ ചോദിക്കാൻ വരുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ വന്നിട്ടുള്ളത്. നാഗ്പൂർ ആർച്ച് ബിഷപ്പ് കാണ്ഡുവ രൂപതയിൽ ഏകദേശം 21 വർഷത്തോളം അല്ലേ പിതാവായിരുന്നു. അതിനുശേഷമാണ് നാഗ്പൂർക്ക് വന്നത്. കാണ്ഡുവ പോലത്തെ ഒരു മിഷൻ സ്ഥലത്തൊരു വൈദികനാകാൻ പോയപ്പോൾ വീട്ടുകാരുടെയൊക്കെ തീർച്ചയായിട്ടും അവർക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. എന്തായിരുന്നു മാതാപിതാക്കളുടെയൊക്കെ ഒരു പ്രതികരണം? മാതാപിതാക്കളുടെ പ്രതികരണം എന്ന് വിചാരിച്ചാൽ ഖാണ്ഡുവയിൽ തന്നെ എൻ്റെ അമ്മച്ചിയുടെ ഒരു സഹോദരി അവർ ലേഡി ഓഫ് ഗാർഡൻ സന്യാസ സമൂഹത്തിലെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഖാണ്ഡുവയിൽ പോയിരുന്നു. അപ്പോൾ ആൻറ്റി വഴിയായിട്ടാണ് എനിക്ക് മധ്യപ്രദേശിലേക്ക് ഖാണ്ഡുവയിലേക്ക് പോകാൻ ഒരവസരം ലഭിച്ചത്. അതുപോലെ തന്നെ അപ്പോഴേക്കും എൻ്റെ സ്വന്തം പെങ്ങൾ സിസ്റ്റർ ശോഭിത CSC ചാരിറ്റി സമൂഹാംഗമാണ്. അപ്പോൾ സിസ്റ്ററും പുറത്തേക്ക് മിഷനിലേക്ക് ഓപ്റ്റ് ചെയ്ത് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു തരത്തിലും പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. എൻ്റെ സ്വന്തം ആൻറ്റിമാർ സിസ്റ്റേഴ്സാണ്, കസിൻസ് ഫാദേഴ്സുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. അവരൊക്കെ ഒത്തിരി എന്നെ സഹായിച്ചു. അവരുടെ പ്രാർത്ഥന, അവരുടെ എൻകറേജ്മെൻറ്റ്, അവരുടെ സമയത്തുള്ള ഉപദേശങ്ങൾ, പിന്നെ അവരുടെയൊക്കെ ഓരോ പ്രാർത്ഥനകളും ഓരോ കാര്യങ്ങളും ഒത്തിരി ധൈര്യം തന്നിട്ടുണ്ട് മുമ്പോട്ട് പോകുവാനും. അങ്ങനെ മിഷൻ രൂപതയിലേക്ക് പോകുന്നതിൻ്റെ ഉള്ള ഒരു പേടിയോ ഒരു പ്രശ്നങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല ആ സമയത്ത്. വൈദികനായത് ഏത് വർഷമാണ്? 2009 മെയ് 9. വൈദികനായ ആ ദിവസത്തെ ഓർമ്മകൾ, ഈ പറയുന്ന കുഞ്ഞുനാളിൽ വീട്ടിൽ കിട്ടിയ സ്വാധീനവും അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാർ, സിസ്റ്റർമാർ, ഇവരുടെ സ്വാധീനത്തിലൂടെ ഒക്കെ ഉണ്ടായി വന്ന ആ ഒരു ദൈവവിളി, അതിനുശേഷം ഇത്രയും നാളത്തെ ഒരു വൈദിക പരിശീലനത്തിന് ഒടുവിൽ വൈദികനായ ആ ദിവസത്തെ ഓർമ്മകൾ, അല്ലെങ്കിൽ എന്തായിരുന്നു അച്ഛൻ്റെ ഏറ്റവും ഉള്ളിൽ ഉണ്ടായ ആ ഒരു അനുഭവം? വൈദികൻ ആകുന്നതിൻ്റെ നിമിഷത്തിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഡീക്കൻ പട്ടം സ്വീകരിച്ചതും അഭിവന്യ ആർച്ച് ബിഷപ്പ് എബ്രഹാം വിരുത്തക്കുളങ്ങരയുടെ കയ്യിൽ നിന്നായിരുന്നു. എനിക്ക് വൈദിക വസ്ത്രം തന്നതും ലെക്ചർ, അക്കോളൈറ്റ്, ഡയാക്കനേറ്റ്, പ്രീസ്റ്റ്ഹുഡ് ഓർഡിനേഷൻ ഇതെല്ലാം എനിക്ക് പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് ലഭിച്ചത്. അപ്പോൾ ഞാൻ ഡീക്കൻ പട്ടം സ്വീകരിക്കുന്ന സമയത്ത് ലാറ്റിൻ റൈറ്റിൽ നാഗ്പൂർ കത്തീഡ്രലിൽ വെച്ചാണ് സ്വീകരിച്ചത്. അപ്പോൾ ആ ലാറ്റിൻ റൈറ്റിൽ ഡീക്കൻ പട്ടം കിട്ടുമ്പോൾ കമന്ന് കിടന്ന് സാഷ്ടാംഗ പ്രമാണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന, ലുത്തിനിയുടെ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു റൈറ്റ് ഉണ്ട്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് സാഷ്ടാംഗ പ്രമാണം ചെയ്ത് കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ദൈവത്തോട് എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു പ്രചോദനം ലഭിച്ചു. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് വചനപ്രഘോഷണത്തിനുള്ള ഒരു വരം നൽകണമേ. അതൊരിക്കലും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. അതായത് എങ്ങനെ പ്രാർത്ഥിക്കണം ഒന്നും അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ലുത്തിനയുടെ സമയത്ത് ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇത് വന്നു. ഞാനപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് വചനപ്രഘോഷണത്തിലൊരു വരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഓർഡിനേഷൻ സ്വീകരിച്ച സമയത്ത് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ എന്നൊരു വ്യക്തിയെ ദൈവം ഇവിടെ നിന്ന് ഉയർത്തിയ ഒരു വൈദികൻ, ദൈവത്തിൻ്റെ അൾത്താരയിലേക്ക് ഇനി മുതൽ എൻ്റെ കരങ്ങളിൽ ഈശോ പിറന്നു വീഴാൻ പോകുന്നു എന്നുള്ളൊരു ആ ഒരു സൗഭാഗ്യമൊക്കെ ഓർത്തുകൊണ്ട് ഒത്തിരി സന്തോഷമായിരുന്നു. ഞാൻ എപ്പോഴും ഉപമിക്കുന്നൊരു കാര്യമാണ്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ വചനം മാംസമായി. ഇനി മുതൽ ഞാൻ എന്ന ഒരു അയോഗ്യനായൊരു വ്യക്തിയുടെ കയ്യിൽ ആ വചനം ആ മാംസമായി ഉയർന്നു, അല്ലെങ്കിൽ ഈശോയുടെ ശരീരം എൻ്റെ കയ്യിൽ വന്ന് വീഴുവാൻ പോകുന്നു എന്നുള്ള ആ ഒരു സൗഭാഗ്യത്തെ ഓർച്ച് ഒത്തിരി ഞാൻ സന്തോഷിച്ച ഒരു ദിവസമാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ദിവസം. അച്ഛൻ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്, ഈ ഒരു വചനപ്രഘോഷകനാക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന എന്തായി തീർന്നു എന്നറിയാൻ ആകാംക്ഷയുണ്ട്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വൈദികനായതിനു ശേഷം അച്ഛൻ്റെ ആദ്യത്തെ ഒരു പ്ലേസ്മെൻറ്റ് എവിടെയായിരുന്നു അച്ഛൻ? വൈദികനായ ശേഷം ഞാൻ റീജൻസ് ചെയ്ത പാൻസമ്മൽ സെൻറ്റ് തോമസ് കാത്തലിക് ചർച്ചിൽ തന്നെയായിരുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റും.
അന്ന് റീജൻസി ചെയ്ത സമയത്ത് ഫാദർ ജോസ് വൈപ്പന അച്ഛൻ തന്നെയായിരുന്നു അന്നും അവിടെ പാരിഷ് പ്രീസ്റ്റ് ആയിരുന്നത്. അസിസ്റ്റൻ്റായി ചെല്ലുമ്പോഴും അച്ഛൻ തന്നെയാണ്. അവിടെ ഒരു ചെറിയൊരു ഇടവകയാണ്, ചെറിയൊരു ആൺകുട്ടികളുടെ ബോർഡിംഗ് ഉണ്ടായിരുന്നു. അതൊരു മധ്യപ്രദേശിലെ ബറേല ആദിവാസി സമൂഹത്തിൻ്റെ ഒരു ഏരിയയാണ്. അവിടെ ചെന്ന് അച്ഛനിൽ നിന്ന് എനിക്ക് ഒത്തിരിയേറെ പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ സമയത്ത് ഒത്തിരിയേറെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഫോറിൻ മിഷണറീസായിട്ട് അച്ഛന് ടച്ചുമുണ്ടായിരുന്നു, അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള എൻ്റെ ആ ജീവിതത്തിൽ അച്ഛൻ ഒത്തിരിയേറെ കഥകൾ, പഴയ കാലത്ത് നമ്മുടെ രൂപതയിലുണ്ടായിരുന്ന മിഷണറിമാർ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരനുഭവിച്ച സഹനങ്ങൾ, അവരെങ്ങനെ മിഷൻ പ്രവർത്തനം ചെയ്തു എന്ന് അച്ഛൻ എപ്പോഴും എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഉള്ള ആ ഒരു മിഷണറി ആകാനുള്ള താല്പര്യം ഒത്തിരിയേറെ എന്നെ സ്വാധീനിച്ചു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ പ്രീസ്റ്റ്ഹുഡിൽ അതൊരു ചെറിയ ഇടവക. അപ്പോൾ ഞാൻ ഇവിടെ ഇനി എന്ത് ചെയ്യണം, ഞാൻ എന്നിൽ നിന്ന് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അതായത് നമ്മളെയൊക്കെ വൈദിക പരിശീലന സമയത്ത് നമ്മളോട് പറയുന്ന ഒരു ഇടയൻ എന്നാണ്. അപ്പോൾ പക്ഷേ ഒത്തിരി ആടുകളില്ലെങ്കിൽ ഒരു ഇടയൻ്റെ എങ്ങനെയുള്ള ഒരു ഇമേജാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നെ തന്നെ ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി, ഞാൻ എന്ത് ചെയ്യണം? വൈദികനാകുക. ഞാൻ വൈദികനായി, ഇനി വൈദികനായിട്ട് ദൈവം എന്നിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എനിക്ക് തന്നെ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് നാളിങ്ങനെ ഞാൻ ചിന്തിച്ച് കഴിയുകയായിരുന്നു. ഇടയ്ക്കിങ്ങനെ മടുപ്പ് തോന്നാൻ തുടങ്ങി. ഒരു പുതിയ വൈദികനായി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് ഇടവക തോന്നിയില്ല എനിക്ക്. അങ്ങനെ ഒരു ദിവസം ഞാൻ ബൈബിൾ എടുത്തുകൊണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് നീ ഒരു സന്ദേശം നൽകുക, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരു വൈദികനായി, നീ എന്നെ വിളിച്ചു, ഞാനൊരു വൈദികനായി, ഇനി ഞാൻ എന്ത് ചെയ്യണം? ദൈവമേ എനിക്കൊരു മെസ്സേജ്, നീ ഒരു സന്ദേശം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തുറന്നത് 2 തിമോത്തി 4:5. ആസ് ഫോർ യു ബി കോൺസ്റ്റൻറ്റ്, എൻഡ്യൂർ സഫറിങ്, ഡു ദ വർക്ക് ഓഫ് ആൻ ഇവാഞ്ചലിസ്റ്റ് ആൻഡ് ഫുൾഫിൽ യുവർ മിനിസ്ട്രി. തിമോത്തിയക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. നീ എല്ലാ കാര്യത്തിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷ വേല ചെയ്യുകയും അങ്ങനെ നിൻ്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വചനമാണ്. അതിൽ ഡു ദ വർക്ക് ഓഫ് ആൻ ഇവാഞ്ചലിസ്റ്റ്, അതിലെ ഒരു വേഴ്സ് എന്നെ ഒത്തിരി സ്പർശിച്ചു. ഞാനതൊരു ഒത്തിരി സീരിയസ് ആയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു. ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു ഇവാഞ്ചലിസ്റ്റ് ആവുക, സുവിശേഷകൻ്റെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അതൊത്തിരി ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് എടുത്തു. പിന്നെ ഞാൻ ഇങ്ങനെ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ഒരു ഇവാഞ്ചലിസ്റ്റ് ആവണം എന്നതോടെ തന്നെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ പാരിഷിനോട് ചേർന്നുള്ള കോൺവെൻറ്റിൽ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ പോയിട്ട് പുതിയ വില്ലേജുകൾ കണ്ടോട്ടെ, പുതിയ വില്ലേജുകളിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുതിയ വില്ലേജിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സാധ്യതയില്ല, അവരെ സഹായിക്കാനോ പ്രാർത്ഥനയിൽ സഹായിക്കാനോ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും വചനം പഠിക്കുവാനും ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്കൂ എന്നെ ഒത്തിരി. അപ്പോൾ ഞാൻ ഈ വചനം, ദൈവത്തിൻ്റെ ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഞാൻ തയ്യാറായപ്പോൾ ദൈവം വാതിലുകൾ, പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തുറന്നു തരുന്നതായിട്ട് എനിക്ക് ഒത്തിരി അനുഭവപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ യെസ് പറഞ്ഞു. ഞാൻ വന്ന് വികാരി അച്ഛനോട് സംസാരിച്ചു. അച്ഛനെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു, ഫാദർ ജോസ് വൈപ്പനെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. വചനം അവർ സ്വീകരിക്കാൻ തുടങ്ങി. വചനത്തെ അവർ സ്വീകരിക്കുകയും വചനത്തിൽ പറയുന്നത് പോലെ ജീവിക്കുവാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. ഉദാഹരണമായിട്ട് ദുശീലങ്ങൾ, മദ്യപാനം, അവരുടേതായ അന്ധവിശ്വാസ രീതികൾ, കാരണം അവരെ ഒരിക്കലും ആരും പഠിപ്പിക്കാത്തതുകൊണ്ട് പലവിധ അന്ധവിശ്വാസങ്ങളിലും പലവിധ ദുശീലങ്ങളിലും പെട്ട് ജീവിക്കുന്നവരായിരുന്നു. അപ്പോൾ വചനം പഠിപ്പിച്ച് ഈശോ നൽകുന്ന രക്ഷയെക്കുറിച്ച് അവരോട് പറഞ്ഞപ്പോൾ അവർ ആ വചനത്തെ സ്വീകരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, എല്ലാ ദുശീലങ്ങളെല്ലാം മാറ്റി ഈശോയെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചു. അപ്പോൾ അവരിലേക്ക് ഈശോ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടത്തി. അവിടെ ഉണ്ടായിരുന്ന കുറേ പേർക്ക് സൗഖ്യം കിട്ടി, കുറേ പേർക്ക് ജീവിതത്തിൽ ഒരു ശാന്തി, സമാധാനം ലഭിച്ചു. അവർ ഈശോയെ സ്വീകരിച്ചപ്പോൾ ഒത്തിരിയേറെ മാറ്റങ്ങൾ അവർക്കുണ്ടായി. അപ്പോൾ അവർ തന്നെ പിന്നെ മിഷണറിമാരാവുകയാണ്. അവർ തന്നെ മറ്റുള്ളവരോട് ചെന്ന് പറയുന്നു, ഞാൻ ഈശോയെ അനുഭവിച്ചു, ഈശോ വചനം സ്വീകരിക്കുകയും ഈശോയെക്കുറിച്ച് അറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവർ തന്നെ മറ്റുള്ളവരായിട്ട് കൈമാറാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പേര്, അപ്പോൾ നമ്മുടെ പ്രെയർ മീറ്റിംഗ് നടത്തുമ്പോൾ ഒത്തിരി പേര് വന്നിരിക്കും. അന്ന് കുർബാനയോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വചനം പ്രഘോഷിക്കുക, പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ നടത്തി വചനം പ്രഘോഷിച്ച് ഒത്തിരി പേര് വരാൻ തുടങ്ങി. കേൾക്കുമ്പോൾ തന്നെ ഏറെ സന്തോഷമുണ്ട്. കാരണം ദൈവം തന്നൊരു സന്ദേശം, ഡു ദ വർക്ക് ഓഫ് എൻ ഇവാഞ്ചലിസ്റ്റ്, ഒരു സുവിശേഷകൻ്റെ ജോലി ചെയ്യുക, അത്
അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ് ആ വഴിയെ നടക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കേൾക്കുന്നത് അച്ഛൻ പറയുമ്പോൾ ഓരോ വാക്കുകളിലും. അച്ഛൻ്റെ തീർച്ചയായിട്ടും അവിടുത്തെ കൂടുതൽ ഒരു മിഷൻ എക്സ്പീരിയൻസുകൾ നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷെങ്കിലും ഒരു പ്രേക്ഷിത വൈദികൻ എന്ന രീതിയിലുള്ള ഒരു ജീവിതം തുടങ്ങിയത് ഈ കാര്യത്തിൽ അച്ഛന് സ്ട്രഗിൾസ് ഇല്ല അച്ഛാ? സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രഘോഷണം തന്നെ കുറച്ച് സ്ട്രഗിൾസ് ഉള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ 3 വർഷം ആ ഇടവകയിൽ തന്നെ ആയിരുന്നു. എനിക്ക് ഒരു ട്രാൻസ്ഫറിനുള്ള സമയമായിരുന്നു സർ. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ പിതാവിനോട് അഭ്യർത്ഥിച്ചു, എനിക്ക് ഇവരുടെ കൂടെ, അതായത് ഇവരെ വിട്ടുപോകാൻ ഒരാഗ്രഹമില്ല. ഇവരെ വിശ്വാസത്തിൽ ഒത്തിരി കൂടി ആഴപ്പെടുത്തിയിട്ട് പോകാനാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇവരുടെ കൂടെ ഇവരുടെ ഏതെങ്കിലും ഒരു വില്ലേജിൽ ഞാൻ താമസിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് പിതാവ് പറഞ്ഞതും, ഒരു വൈദികൻ താമസിക്കുമ്പോൾ അതിൻ്റേതായ ഒരു വീടോ സെറ്റപ്പോ ഒന്നും ഇല്ലാതെ എങ്ങനെ താമസിക്കും. അപ്പോഴാണ് ഞങ്ങൾക്ക് ആ വില്ലേജുകളോട് ബന്ധപ്പെട്ടൊരു സബ്സ്റ്റേഷൻ, വേറൊരു ഇടവകയുടെ സബ്സ്റ്റേഷനായിട്ടുള്ളത്. അപ്പോൾ പിതാവ് എന്നോട് ചോദിച്ചു, അവിടെ നമുക്ക് ചെറിയൊരു പള്ളി പണിതാൽ, പ്രസ്ബിറ്ററിയും പണിതാൽ, ഒരു മേടയും പണിതാൽ അവിടെ താമസിക്കാൻ പറ്റുമോ? എന്നിട്ട് ആ ഏരിയയിൽ മൊത്തം ഇവരുമായിട്ട് സമ്പർക്കത്തിലായി കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഇത് പോസിബിലിറ്റിയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പിതാവിനോട് യെസ് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പിതാവ് ആ ഇടവകയിൽ നിന്നും ഇവരുടെ ഇടയിൽ ഉള്ള ഒരു വില്ലേജിൽ ചെറിയൊരു പള്ളിയും ഒരു മേടയും പണിത് തന്നു. അവിടെ ചെന്നപ്പോൾ അതും ഒരു ഉൾപ്രദേശമായിരുന്നു. കുറച്ച് ഒരു 2-3 കിലോമീറ്റർ വഴിയൊന്നുമില്ലാത്തൊരു സ്ഥലം, കുന്നുകളും മലകളും മാത്രം. മലകളെന്ന് പറയുമ്പോൾ അവിടെ പച്ചപ്പ് കാണാനേ പറ്റുകയില്ല, വരണ്ട ഒരു സ്ഥലമാണ്. മഴക്കാലത്ത് മാത്രം പച്ചപ്പ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടെ ചെന്നു, ചെറിയൊരു പള്ളി പണിതു. അവിടെ ആയിരിക്കുമ്പോൾ തന്നെ വേണ്ടത്ര വെള്ളവും കറണ്ടും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം അവിടെ വൈദ്യുതി ലഭിക്കുന്നത് ഒത്തിരി ദൂരത്തു നിന്നുള്ളൊരു പോസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും പൊട്ടിപ്പോകും. പിന്നെ അത് നന്നാക്കാനായിട്ട് നമ്മൾ തന്നെ പോകണം. പുതിയ വില്ലേജ്, പുതിയ ഒരു താമസ സ്ഥലമായപ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഞാൻ ഓർക്കുന്നു, എൻ്റെ മൊബൈൽ പോലും ചാർജ് ചെയ്യാനായിട്ട് അടുത്തുള്ള മാർക്കറ്റിൽ പോയി 1 മണിക്കൂർ അവിടെ ഇരുന്ന് മൊബൈൽ ചാർജ് ചെയ്ത് വരേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കറണ്ടില്ലാത്തതുകൊണ്ട് വെള്ളം ഞങ്ങൾക്കൊരു നല്ല ട്യൂബിലുണ്ടായിരുന്നു, പക്ഷേ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കാതെ വന്നുകൊണ്ട് അടുത്ത് ആൾക്കാർ ഉപയോഗിക്കുന്ന ഹാൻഡ് പമ്പ്, നോർത്ത് ഇന്ത്യയിൽ ഹാൻഡ് പമ്പ് ഒത്തിരി ധാരാളമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയി വെള്ളം കൊണ്ടുവരിക. പക്ഷേ ഒത്തിരി സന്തോഷം ആ സമയത്തൊരു സ്ട്രഗിളായിട്ട് എനിക്ക് അത്ര സ്ട്രഗിളായിട്ട് തോന്നിയില്ല. അതൊക്കെ ഒരു സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെ ആ വില്ലേജിലെ ആൾക്കാരോട് ഒരുമിച്ച് അവർ ചെയ്യുന്ന പോലെ അവരുടെ രീതിയിലൊക്കെ ജീവിക്കാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ ആദ്യത്തെ 1 വർഷം ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷേ ദൈവം അറിഞ്ഞ് ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു നല്ലൊരു പോസ്റ്റ്, ഒരു ട്രാൻസ്ഫോമറൊക്കെ തരികയും പിന്നെ വൈദ്യുതി ഇപ്പോൾ നല്ല രീതിയിലെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ കാര്യം, ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതിയിലേക്ക് ഇഴകിച്ചേരാൻ ശ്രമിച്ചു. നമ്മൾ കേരളത്തിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായൊരു രീതിയിലാണ് നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ടത്. ആദ്യമായി തന്നെ ഞാൻ അവരുടെ ജീവിത രീതി പഠിക്കുവാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ടൊരു 2 വീലറൊക്കെ ഉള്ളപ്പോഴും ഞാൻ നടക്കുവാൻ തുടങ്ങി. അതായത് അവർ പള്ളിയിലേക്ക് വരുന്ന വഴി, അത് ഞാൻ അങ്ങോട്ട് അവരെ ആ വഴിയിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ബൈക്കെടുത്തൊക്കെ ഇതിലേക്കും പോകുമ്പോൾ അവർ വരുന്ന നടക്കുന്ന വഴികളും നടക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നില്ല. അപ്പോൾ ഞാൻ വണ്ടി ഉപയോഗിച്ച് അവർ വരുന്ന വഴിയിലൂടെ നടക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഒത്തിരി അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലായത്. കാരണം ചിലപ്പോൾ തോടുകൾ, മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം ഒഴുകുന്ന തോടുകൾ കടന്നു വേണം പള്ളിയിലേക്ക് വരാനായിട്ട്. പിന്നെ അവരുടെ കൃഷിസ്ഥലങ്ങളെല്ലാം കൃഷി ചെയ്യും. അപ്പോൾ ഒത്തിരി ചെളി, പിന്നെ വിളവൊക്കെ ഇച്ചിരി വലുതാവുമ്പോൾ കാട് പിടിച്ച് കിടക്കുന്നൊരവസ്ഥയാണ്. ചിലപ്പോൾ പാമ്പിൻ്റെ കടി ഏൽക്കുന്ന ആൾക്കാർക്ക്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തിലൂടെ അപ്പോൾ ഞാനും നടന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഒത്തിരി മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒത്തിരി അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവരുടെ ജീവിതവുമായിട്ട് ഒത്തിരി ഇഴകിച്ചേർന്ന് ജീവിച്ചപ്പോഴാണ് എനിക്കും അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളൊരു ബോധ്യം കർത്താവ് എനിക്ക് തന്നത്. അച്ഛൻ്റെ ഈ ഒരു പ്രേക്ഷിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ആവേശം തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇത്തരം സ്ട്രഗിൾസ് ഉണ്ടാകുമ്പോൾ അച്ഛനിപ്പോൾ പറഞ്ഞ അവിടെ ആ ഒരു സൗകര്യക്കുറവുകൾ, അല്ലെങ്കിൽ വെള്ളത്തിനും വെളിച്ചത്തിനും ഒക്കെ ഉള്ള പ്രയാസങ്ങൾ, പക്ഷെ അതിലേറെ മറ്റു പല പ്രയാസങ്ങളും അച്ഛനുണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അച്ഛൻ പറയാത്ത ധാരാളം കാര്യങ്ങളുണ്ടാവും. ഇത്തരം പ്രതിസന്ധികളെ ഒരു പ്രേക്ഷിത വൈദികൻ എന്ന നിലയിൽ അച്ഛൻ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഈ പ്രതിസന്ധികളൊക്കെയും അതിജീവിക്കാൻ വേണ്ടി എനിക്ക് ഒത്തിരി ശക്തി ലഭിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നാണ്.
ദിവസവും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ ഒത്തിരിയേറെ ശക്തി ലഭിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ഈശോ എൻ്റെ ജീവിതത്തിൽ ഇനി എന്താഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ബോധ്യം എനിക്ക് ലഭിക്കുന്നത് ഈശോയോട് കൂടി ആയിരിക്കുമ്പോഴായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള സ്ട്രഗിളുകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുറവുകൾ എൻ്റെ പ്രേക്ഷിത രംഗത്തും ഇടവകയിലും ഉള്ളപ്പോൾ എനിക്ക് ഒത്തിരി ഈശോയെ ആശ്രയിക്കാൻ പറ്റി. കാരണം എൻ്റെ ഓരോ ജീവിതത്തിൽ ഓരോ ദിവസത്തെയും എൻ്റെ നിലനിൽപ്പ് മുമ്പോട്ട് എങ്ങനെ ഇടവകയെ കൊണ്ടുപോകണം എന്ന് എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈശോയെ ആശ്രയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ കുറവുകളൊന്ന് നികത്തണമേ, മുമ്പോട്ട് പോകാനുള്ള വാതിലുകൾ തുറന്നു തരണമേ. അങ്ങനെ ഈശോയെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കംഫർട്ട് ഇല്ലാത്തപ്പോൾ കൂടുതൽ ഈശോയെ ആശ്രയിച്ച് ഈശോ തരുന്ന ഓരോ ദിവസവും ഈശോയുടെ ഒരു ദാനമാണല്ലോ, ഞാൻ ചെല്ലാൻ പോകുന്ന സ്ഥലങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഒത്തിരിയേറെ എനിക്ക് സന്തോഷം ലഭിച്ചു. സ്ട്രഗിളായിരുന്നാലും ഒരു ആനന്ദം ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങി. അച്ഛൻ ഈ ഉപയോഗിച്ച വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധികൾ എനിക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഉണ്ടാകുമ്പോൾ എനിക്ക് കൂടുതൽ ദൈവത്തെ ആശ്രയിക്കാൻ പറ്റി എന്ന് പറയുന്നൊരു ബോധ്യം, അങ്ങനെ ഒരു ദൈവാശ്രയത്വത്തിൽ ദൈവം നടത്തിയെന്ന് തോന്നുന്ന ഒരു കാര്യം പറയാനുണ്ടോ അച്ഛൻ? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം ഒന്ന് പറയാം. കാരണം അതൊരു ചെറിയൊരു വില്ലേജ് ഇടവകയായതുകൊണ്ടും, പക്ഷേ അവിടെ പ്രേക്ഷിത രംഗത്ത് ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ, റിട്രീറ്റ് നടത്തുക, ആൾക്കാരെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിക്കുക. ഒത്തിരി പേർ വരുന്നു, അവർക്ക് വരുമ്പോഴുള്ള താമസ സൗകര്യം. കാരണം ഒത്തിരിയേറെ കുന്നുകളും മലകളും കയറി ഇറങ്ങിയാണ് വരുന്നത്. ഇപ്പോൾ നാളെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ കുറേ പേര് ഇന്ന് തന്നെ വരും. അപ്പോൾ അവർക്ക് വേണ്ട താമസ സൗകര്യം, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ സാമ്പത്തികമായി പ്രത്യേകിച്ച് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്ത അവസരങ്ങളിൽ ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊരു റിട്രീറ്റ് നടത്തിയിരുന്നു പള്ളിയിൽ. ആദ്യമായിട്ടൊരു ധ്യാനം, പുറത്തുനിന്ന് പ്രീച്ചേഴ്സിനൊക്കെ വിളിച്ചു. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി കുറച്ച് പ്ലേറ്റ് ഞങ്ങൾ എങ്ങനെയോ സംഘടിപ്പിച്ചു. പിന്നെ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പ്ലേറ്റ് ഇല്ല. അപ്പോൾ എന്നോട് അവിടുത്തെ സംഘാടകർ വന്ന് ചോദിച്ചു, അച്ഛൻ എന്ത് ചെയ്യണം, ആൾക്കാർ കുറേ ഉണ്ടല്ലോ, നമുക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള പ്ലേറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് പ്രാർത്ഥിച്ചു, നിങ്ങൾ മാർക്കറ്റിൽ പോയി കടം മേടിക്കുക, പള്ളിയുടെ പേര് പറഞ്ഞ് കടം മേടിച്ചുകൊണ്ട് വാ, ദൈവം ഒരു വഴി തരും. അവർ പ്ലേറ്റ് മേടിച്ചുകൊണ്ട് വന്നു, ബില്ല് എനിക്ക് തന്നു. 2000 രൂപയുടെ ഒരു ബില്ല് എനിക്ക് തന്നു. ഞാൻ ആ ബില്ല് കൈ പിടിച്ച് പള്ളിയിലേക്ക് പോകാൻ നേരത്ത് എവിടെ നിന്ന് ഒരു കാറ് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ വില്ലേജിലേക്ക് ഒരു കാറ് കയറി വരുന്നത് കാണുന്നത്. കാറ് കയറി വന്നു, അതിൽ നിന്ന് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഒരു മനുഷ്യൻ ഓടി വന്ന് എൻ്റെ കയ്യിൽ 2000 രൂപ തരാണ്. അച്ഛാ, ഇത് റിട്രീറ്റിന് വേണ്ടി എൻ്റെ ഒരു സംഭാവന. ആദ്യമായിട്ടാണ് ആ വ്യക്തിയെ ഞാൻ കാണുന്നത്, ആദ്യമായിട്ടാണ് ഒരു കാറ് അവിടേക്ക് കയറി വന്നത്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചെയ്തു തരുന്നുണ്ട് ഒരു അവസരം കേൾക്കുമ്പോൾ തന്നെ. കാരണം ഇത് എന്താ പറയുക, ഒരു കാര്യമല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് അച്ഛനൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ, കാരണം അങ്ങനത്തെ ഒരു പ്രേക്ഷിത സ്ഥലത്ത് കാണ്ടുവായുടെ ഉൾപ്രദേശങ്ങളിൽ അച്ഛൻ ഇത് ദൈനംദിനം അച്ഛൻ അനുഭവിച്ചിട്ടുള്ളൊരു ദൈവാശ്രയത്വത്തിൻ്റെ വഴികളായിരിക്കും. കൂടുതൽ വിശേഷങ്ങൾ അച്ഛന് പറയാനുണ്ടാവും. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ നമുക്കത് പറയണം. എങ്കിലും ഞാൻ ഈ എപ്പിസോഡിൽ ചോദിക്കുന്നത്, ഈ ഒരു വൈദികൻ എന്ന നിലയിൽ അച്ഛന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താ? വൈദികൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സമയമാണ് വചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന സമയം. വചനം മാംസമായി വചനം കൊടുക്കുക എന്നുള്ളത് ഈശോയെ കൊടുക്കുക. പിന്നെ എൻ്റെ വ്യക്തിപരമായൊരു അനുഭവമാണ്, വചനം പ്രഘോഷിക്കുമ്പോൾ ഞാനല്ല, ഈശോയാണ് അവിടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈശോയെ കൊടുക്കുക, വചനത്തിലൂടെ ഈശോയെ കൊടുക്കുക എന്നുള്ള കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു ഇത്. ഞാൻ അതുപോലെ പറഞ്ഞതുപോലെ എൻ്റെ ഡീക്കൻ പട്ടത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ മറന്നുപോയിരുന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ വർഷം മുതൽ ഞാൻ എന്ത് കർത്താവിനോട് അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചോ അത് കർത്താവ് ഓരോ സമയത്ത് എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ധ്യാനങ്ങൾക്ക് പള്ളികളിലും ചിലപ്പോൾ അച്ഛന്മാർക്ക് റിക്കളക്ഷൻ ടോക്ക്, സിസ്റ്റേഴ്സിന് ടോക്ക്, ഇടവക ധ്യാനം, അതിനൊക്കെ എന്നെ വിളിക്കുവാൻ തുടങ്ങി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞാനൊരു നല്ലൊരു സ്പീക്കറല്ലായിരുന്നു, ഒരു പബ്ലിക് സ്പീക്കറല്ലായിരുന്നു. ഞാൻ ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ടായിരുന്നു. പക്ഷെ അന്ന് കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. എൻ്റെ നല്ലവനായ കർത്താവ് അന്ന് മുതൽ, ഞാനൊരു വൈദികനായതു മുതൽ എന്നിലൂടെ അത് സാധിച്ചു തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇടവക ധ്യാനങ്ങൾക്ക്, രൂപതാ തലത്തിൽ ഇടവക ധ്യാനങ്ങൾക്ക് പോകാൻ തുടങ്ങി. ഒട്ടും അനുഭവം ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്നോ ധ്യാന ഗുരുക്കന്മാരുടെ കൂടെ നിന്നൊരു അനുഭവം എനിക്കുണ്ടായില്ല. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പോകാൻ തുടങ്ങി.
അങ്ങനെ വളർന്ന് ഇപ്പോൾ മധ്യപ്രദേശിന് പുറത്ത് കൽക്കട്ട, ബോംബെ, പൂനെ പല സ്ഥലങ്ങളിലും ഇടവക ധ്യാനം സിസ്റ്റേഴ്സിന് അങ്ങനെ ധ്യാനങ്ങൾക്കും പോകുവാനായിട്ട് ദൈവം വഴിയൊരുക്കി തന്നു. അപ്പോൾ വചനം കൊടുക്കുമ്പോഴാണ് എനിക്ക് ഒത്തിരി സന്തോഷം ലഭിക്കുന്നത്. ഞാൻ ഒരു ജനറൽ ചോദ്യമാണ് വെച്ചാൽ, കാരണം ഞാൻ മുമ്പ് നമ്മൾ രണ്ടുപേരും പരാമർശിച്ച നാഗ്പൂരിലെ നമ്മുടെ മരിച്ചുപോയ ആർച്ച് ബിഷപ്പ് എബ്രഹാം ബിന്ദുവിനെ പിതാവിനെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളൊരു ഞാനല്ല പിതാവിനെ കണ്ടിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യം ലാളിത്യമാണ്. ഒരു മിഷണറി വൈദികൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും എല്ലാ വൈദികർക്കും ഉണ്ടാവേണ്ട ഒരു ലാളിത്യത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ജീവിതാനുഭവത്തിൻ്റെ ആ മിഷൻ പ്രദേശത്തിൻ്റെയും പശ്ചാത്തലത്തിൽ എന്താ അച്ഛന് പറയാനുള്ളത്? നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള വൈദികന്മാർ നമ്മൾ പുറത്തേക്കും പോകുമ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ, ഒത്തിരിയേറെ കംഫേർട്ട് സൗകര്യങ്ങളുണ്ട്, വണ്ടികൾ, പൈസയുടെ സാമ്പത്തികമായും എല്ലാ കുടുംബത്തിലും ഇപ്പോൾ ഒരുമാതിരി നല്ലൊരു സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മിഷൻ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിന്ന് 21st സെഞ്ച്വറിയിലാണെങ്കിലും ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അപ്പോഴിപ്പോൾ 19th സെഞ്ച്വറിയിലാണെന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലുള്ള ജീവിതമാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഒരു മിഷണറിയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി അവിടെ ചെന്ന് അവരുമായിട്ട് പൂർണ്ണമായിട്ടും ഇഴകിച്ചേരുക. അപ്പോൾ നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ സിമ്പിൾ ലാളിത്യമായ ജീവിതം, അതാണ് മറ്റുള്ളവരെ നമ്മളുമായിട്ട് ഒത്തുചേർന്ന് പോകുവാനായിട്ട് സഹായിക്കുന്നൊരു കാര്യം. നമ്മൾ നമ്മുടെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതിയും അവരുടെ ആ ഇല്ലായ്മയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെപ്പോലെ ഒരാളെ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു നല്ല മിഷണറി ആവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു പക്ഷേ നമുക്ക് പലവിധ സൗകര്യങ്ങളും ഉണ്ടാകാം, പക്ഷെ എല്ലാം അത് ഉപേക്ഷിച്ച് എവിടെയായിരിക്കുന്നുവോ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവരുടെ ജീവിത രീതിയിലൊക്കെ ജീവിക്കുമ്പോഴാണ് ഒരു മിഷണറി എപ്പോഴും സക്സസ് ആവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അച്ഛൻ ആദ്യം മുതൽ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഈസ്റ്റ് ചേരാനല്ലൂരിൽ, എറണാകുളം രൂപതയിൽ ഈസ്റ്റ് ചേരാനല്ലൂർ പള്ളിയിൽ പൂണോളി കുടുംബത്തിൽ അല്ലേ അപ്പച്ചൻ്റെയും അമ്മച്ചിൻ്റെയും 4 മക്കളുടെ ഇളയ മകനാണ് അച്ഛൻ. അമ്മ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈവിരിച്ച് പിടിച്ച് നിൽക്കുന്ന അമ്മയുടെ ഒരു ചിത്രമാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ അന്നും ഇന്നും പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് അച്ഛൻ പറയുന്നു. കുടുംബത്തിൽ ധാരാളം ദൈവവിളികളുണ്ട്, പ്രത്യേകിച്ച് അമ്മയുടെ സഹോദരിമാർ. അങ്ങനെ വളരെ ആഗ്രഹത്തോടെ ഒരു മിഷണറി വൈദികനാകാൻ ആഗ്രഹിച്ച് സെമിനാരി ചേരുകയും പരിശീലനമൊക്കെ നടന്ന് വൈദികനായ അല്ലെങ്കിൽ ഡീക്കൻ പട്ടം കിട്ടിയ നാളുകളിൽ ദൈവം തന്നൊരു പ്രത്യേക പ്രചോദനവും പ്രാർത്ഥനയുമാണ് ദൈവവചനം അല്ലേ. 2 തിമോത്തി 4:5 അച്ഛൻ ആവർത്തിക്കുകയായിരുന്നു. അതിനകത്തൊരു ഭാഗം മാത്രം ഞാൻ എൻ്റെ വീണ്ടും മനസ്സിലിങ്ങനെ തടഞ്ഞു നിൽക്കുന്നത്, ഒരു ഡു ദ വർക്ക് ഓഫ് ആൻ ഇവാഞ്ചലിസ്റ്റ്. അത് ഹൃദയത്തിലേറ്റി കാണ്ടുവ പോലത്തെ ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് അച്ഛൻ പറയുന്ന വാക്കുകളിൽ തന്നെ വളരെ ക്ലിയറാണ്. അവരിലൊരാളായി തീരുക, അവരുടെ കൂടെ ആയിരിക്കുക, അങ്ങനെ ഒരു കൂടെ ആയിരിക്കുന്ന ഒരു പ്രേക്ഷിതനാകാൻ, ഒരു വചനപ്രഘോഷകനാകാൻ അച്ഛനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും കൂടുതൽ തീഷ്ണയോടെ മുന്നോട്ട് പോട്ടെ. അച്ഛൻ്റെ ഈ വചനപ്രഘോഷണ രംഗത്തെ, പ്രേക്ഷിത രംഗത്തെ മറ്റനുഭവങ്ങളും കൂടി അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കണം. ഈ ആദ്യ എപ്പിസോഡിൽ ശാലോം TV ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഏറെ നന്ദി. താങ്ക് യു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.